ഇന്നത്തെ ടോപ്പിക് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ലിക്വിഡിറ്റി ഇൻ ട്രേഡിംഗ്. ലിക്വിഡിറ്റി എന്നത് ചാർട്ട് പാറ്റേൺസ് പോലെ ക്യാച്ചി അല്ലെങ്കിലും ഒരു ട്രേഡ് സേഫ് ആണോ റിസ്കി ആണോ എന്ന് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ ഇതിനാണുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വാട്ട് ഈസ് ലിക്വിഡിറ്റി? സിമ്പിൾ ആയി പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു അസറ്റ് ലൈക്ക് സ്റ്റോക്ക്, ക്രിപ്റ്റോ, കമ്മോഡിറ്റി ഏതായാലും വേഗത്തിൽ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും കഴിയുന്ന ശേഷിയാണ് പറയുന്നത്. പ്രൈസ് വലുതായി മാറാതെ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യാൻ കഴിയുന്നു എങ്കിൽ ആ സ്റ്റോക്ക് ഹൈ ലിക്വിഡിറ്റി ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ റിലയൻസ് പോലുള്ള വലിയ കമ്പനീസിന്റെ ഷെയർസ് ഹ്യൂജ് വോളിയം ഉള്ളതിനാൽ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും എളുപ്പമാണ്. അതാണ് ഹൈ ലിക്വിഡിറ്റി. വൈ ലിക്വിഡിറ്റി ഈസ് ഇമ്പോർട്ടന്റ്? ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഭൂരിഭാഗവും മികച്ച എൻട്രി, പെർഫെക്റ്റ് എക്സിറ്റ്, മിനിമം ലോസ് എന്നിവയാണ് ലക്ഷ്യം. പക്ഷേ സ്റ്റോക്ക് നന്നായി ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പ്രൈസ് കാണുന്ന അതേ ലെവലിൽ ഓർഡർ ഫിൽ ആകില്ല, സ്ലിപ്പ് ആകാനും ഡിലേ ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ആണ് ഒരു ട്രേഡ് സ്മൂത്ത് ആക്കുന്നത്. അതിനു പുറമെ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഷെയർസ് മാനിപ്പുലേഷൻ ആൻഡ് സ്പ്രെഡ്സ് കുറവാണ്. അതായത് നമുക്ക് കൂടുതൽ ഫെയർ ആയ പ്രൈസ് കിട്ടും. ബിഡ് ആസ്ക് സ്പ്രെഡ് ആൻഡ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബിഡ് ആസ്ക് സ്പ്രെഡ് മെൻഷൻ ചെയ്യാതിരിക്കാനാവില്ല. ബിഡ് എന്നത് ബയേഴ്സ് റെഡിയായ ടൈമാണ് ബൈ ചെയ്യാൻ. ആസ്ക് എന്നത് സെല്ലേഴ്സ് റെഡി ആയിരിക്കുന്ന ടൈം സെൽ ചെയ്യാൻ. ഈ രണ്ട് പ്രൈസിന്റെ ഗ്യാപ്പ് ടൈറ്റ് ആണെങ്കിൽ ലിക്വിഡിറ്റി ഹൈ ആണെന്ന് മനസ്സിലാക്കാം. ഗ്യാപ്പ് വലുതാകുമ്പോൾ തന്നെയാണ് ലിക്വിഡിറ്റി കുറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് കോസ്റ്റ് കൂടും. ഹൈ ലിക്വിഡിറ്റി വേഴ്സസ് ലോ ലിക്വിഡിറ്റി സ്റ്റോക്സ്. ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്സ് അഥവാ ലാർജ് ക്യാപ് സ്റ്റോക്സ്, ട്രേഡ് വോളിയം കൂടുതലുള്ള കമ്പനികൾ. ഇവയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എക്സിറ്റ് എനി ടൈം ചെയ്യാൻ ഈസിയാണ്. ലോ ലിക്വിഡിറ്റി സ്റ്റോക്സ് അഥവാ പെനി സ്റ്റോക്സ്, വെരി സ്മോൾ കമ്പനീസ്. ഇവ ബൈ ചെയ്താൽ തന്നെ സെൽ ചെയ്യാൻ കാത്തിരിക്കേണ്ടി വരാം. പ്രൈസ് ജംപ് ചെയ്യാം, ഫോൾ ചെയ്യാം. ഇത് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ നാം സേഫ് ട്രേഡിംഗ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലിക്വിഡിറ്റി ഉറപ്പാക്കണം. ഹൗ ടു ചെക്ക് ലിക്വിഡിറ്റി? ഏതെങ്കിലും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് വോളിയം കാണുക. ആവറേജ് വോളിയം എത്രയാണെന്ന് നോക്കുക. ഓർഡർ ബുക്കിൽ ബിഡ് ആസ്ക് ഗ്യാപ്പ് എത്രയാണ്, മാർക്കറ്റ് ഡെപ്ത് സ്റ്റേബിൾ ആണോ എന്ന് നോക്കുക. ഈ ചെറിയ ചെക്കിങ്ങുകൾ തന്നെ നിങ്ങളുടെ ട്രേഡിംഗിൽ ഡിസിഷൻ ഇംപ്രൂവ് ചെയ്യും. ലിക്വിഡിറ്റി എന്നത് ഒരു ബോറിംഗ് വേർഡ് പോലെ തോന്നാം, ബട്ട് സ്മാർട്ട് ട്രേഡേഴ്സിന് മുഖ്യ വെപ്പണാണ് ഇത്. ഹൈ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സ് തിരഞ്ഞെടുക്കുന്നത് ആക്സിഡന്റൽ ലോസ് അവോയ്ഡ് ചെയ്യാനും ക്വിക്ക് എക്സിറ്റ് നേടാനും ഹെൽപ്പ് ചെയ്യും. ഇഫ് യു ലേൺ സംതിങ് ന്യൂ ടുഡേ, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.